ഗുഡ്ബിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു ചിക്കൻ തവ ഫ്രൈ. നമ്മുടെ വീട്ടിലൊരു ദോശക്കല്ലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുകൂട്ട് നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിലോ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഫ്രൈ ഐറ്റമാണ് തവ ഫ്രൈ ചിക്കൻ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? ചിക്കൻ തവ ഫ്രൈ നമുക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ 300 ഗ്രാം ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ചെറിയ പീസാക്കി എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. എല്ലോട് കൂടിയ ചിക്കനാണ്. കറിവേപ്പിലയുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്, പച്ചമുളക് വേണം, ചെറിയുള്ളി നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഒരു 5 എണ്ണം വേണം, വെളുത്തുള്ളി ഫുള്ളായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് വേണം. മസാലയായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, ക്രഷ് പെപ്പർ. ഇത്രയും സാധനമാണ് മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ചിക്കൻ മാറിനേറ്റ് ചെയ്യാനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ 2 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നാരങ്ങയുടെ നീര് നന്നായിട്ട് വേണം, എന്നാലേ ടേസ്റ്റിങ് വരുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പ് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ക്രഷ് പെപ്പർ 1 ടീസ്പൂൺ ക്രഷ് പെപ്പർ നമ്മൾ ഇടുന്നുണ്ട്. ചിക്കൻ മസാല 1 ടീസ്പൂൺ ചിക്കൻ മസാല നമ്മൾ ഇടുന്നു. അപ്പോൾ നന്നായിട്ട് മസാല ഒന്ന് മിക്സാക്കി നമുക്കൊരു 2 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. മസാല നന്നായിട്ട് പിടിക്കണം. ലേശം വെളിച്ചെണ്ണയുടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് കോൺഫ്ലോർ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് മസാല നന്നായിട്ട് പിടിച്ചിരിക്കണം. അതുകൊണ്ട് നമ്മളൊരു 2 മണിക്കൂർ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കണം. ചിക്കനിലൊരു എല്ല് പീസിന് ഒരു വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല നന്നായിട്ട് കയറാൻ വേണ്ടി. നമുക്കൊരു 2 മണിക്കൂർ ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം. 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇനി തവയിലിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓവറായിട്ട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. തവ നന്നായി ചൂടായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ചിക്കൻ പെറുക്കി വെച്ച് കൊടുക്കാം. ഇത്തിരി എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ക്രഷ് ചില്ലി കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ അധികം സ്പൈസി ആക്കുന്നില്ല, അതുകൊണ്ടാണ് ക്രഷ് ചില്ലി ചേർക്കാത്തത്. നല്ല എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് ക്രഷ് ചില്ലിയുടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി മാറ്റിയിട്ട് നമുക്ക് നല്ല തവ ഫ്രൈ ആക്കി എടുക്കാം. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന ഒരു വെളുത്തുള്ളി ഇതിന് ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളക് ഒരു 3 പച്ചമുളക് നടുവ് കീറി വെച്ചിരിക്കുന്നതോടെ ഇട്ട് കൊടുക്കാം. ഇനി ഇടാനുള്ളത് ചെറിയുള്ളിയാണ്. അതൊന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 5-6 ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ ചതച്ചെടുത്ത ചെറിയുള്ളിയുടെ ചേർത്ത് ഇതിലോട്ട് കൊടുക്കാം. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളൊന്ന് ചിക്കനൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കാം. സ്വല്പം വെളിച്ചെണ്ണയുടെ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ എണ്ണയും ചിക്കൻ്റെ വെള്ളമൊക്കെ ആദ്യം നമ്മൾ മൂടി വെച്ചപ്പോൾ ഇറങ്ങിയായിരുന്നില്ല, അതെല്ലാം അങ്ങ് വറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലേശം പെപ്പർ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കി എടുക്കാം. തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
ചിക്കൻ തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിനെ ക്ഷണിക്കാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.